Dear students, welcome to Learner's World. In this video, I'm going to talk about a documentary, Only an Axe Away, by P. Baburaj and C. Sharachandran, FAUGP AC English Advanced English Language Skill for Science, 2nd semester, Calcutta University. Only an Axe Away. Summary: it is a film set in the Silent Valley, a fragile ecosystem that has been threatened by human activities. Only an axe away, ഒരു മഴുദൂരം എന്ന് പറയുന്നത് ഒരു ഫിലിമാണ്, ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഒരു ഫ്രജൈൽ നേച്ചറായിക്കൊണ്ടിരിക്കുന്ന, അതായത് ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന, മോശമായിക്കൊണ്ടിരിക്കുന്ന സൈലൻറ്റ് വാലിയിലാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ദ ഡോക്യുമെൻ്ററി ബിഗിൻസ് വിത്ത് ദ ടോക്ക് ഓഫ് രതീഷ്, എ വാച്ചർ ഇൻ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ബിഗിൻ ചെയ്യുന്നത് തന്നെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ വാച്ചറായിട്ടുള്ള രതീഷിൻ്റെ ടോക്കോട് കൂടിയാണ്. The film tells a story of hope and determination, showcasing the importance of protecting nature and the species that depend on it. അപ്പോൾ ഈ ഒരു ഫിലിം ഒരു ഹോപ്പ് ആൻഡ് ഡിറ്റർമിനേഷൻ്റെ, അതായത് പ്രതീക്ഷയുടെ, നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അതായത് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഈ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഈ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. രതീഷാണ് കേട്ടോ, സതീഷല്ല. രതീഷ് വാച്ചർ ടെൽസ് the Kundi River in Silent Valley, just 100 meters away from Silent Valley Dam site, filled with many orchids and other medical plants. അപ്പോൾ രതീഷ് സൈലൻറ്റ് വാലി പാർക്കിൻ്റെ വാച്ചറാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ബിഗിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കുന്തി റിവർ, സൈലൻറ്റ് വാലിയിലെ കുന്തി റിവർ എന്ന് പറയുന്നത് 100 മീറ്റർ ദൂരമേ ഉള്ളൂ സൈലൻറ്റ് വാലിയിൽ നിന്ന്, സൈലൻറ്റ് വാലി ഡാം സൈറ്റിൽ നിന്ന്. അവിടെ ഒരുപാട് ഓർക്കിഡ്, ഈ ഒരു കുന്തി റിവറിൻ്റെ അടുത്ത് ഓർക്കിഡ്, അതുപോലെ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. In the 1970s, the state government planned to construct a hydraulic dam on Kundipuzha River. അപ്പോൾ ഈ കുന്തിപ്പുഴയിൽ ആ ഒരു റിവറിൽ 1970s സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹൈഡ്രോളിക് ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളത്. അത് സൈലൻറ്റ് വാലിക്ക് തന്നെ ഒരു ഭീഷണിയായിരുന്നു എന്നാണ് പറയുന്നത്. ദിസ് പ്രോജക്റ്റ് വുഡ് ഹാവ് ഫ്ലഡഡ് ലാർജ് പാർട്സ് ഓഫ് ദ റെയിൻ ഫോറസ്റ്റ്, ഡിസ്ട്രോയിങ് ഇറ്റ്സ് റെയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ആ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ലാർജ് പാർട്ടിൽ അത് ഫ്ലഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് അവിടെയുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനും ഒക്കെ നശിപ്പിക്കാനിടയായി. ദ ഡോക്യുമെൻ്ററി ഹൈലൈറ്റ്സ് ദ വാലീസ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. അതുപോലെ നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ഓരോ സീൻസും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം ഈ ഒരു സൈലൻറ്റ് വാലിയുടെ ആ ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യം എത്രത്തോളം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇറ്റ് ഈസ് ഹോം ടു മെനി endangered species include leopard, tiger, the lion, tail mac, നീലഗിരി ലാംഗർ ആൻഡ് ദ നീലഗിരി താർ. അപ്പോൾ ഇത് ഈ ഒരു സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് ഒരുപാട് സ്പീഷീസ്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരുപാട് സ്പീഷീസിന് ഒരു ഷെൽട്ടറാണ് ഈ ഒരു സൈലൻറ്റ് വാലി എന്ന് പറയുന്നത്. ഓക്കെ, these animals would have faced extinction if the dam had been built. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഷീസിനൊക്കെ വംശനാശം സംഭവിക്കാം, അവർക്കൊക്കെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കാം എന്നാണ് പറയുന്നത്. സയൻറ്റിസ്റ്റ് ആൻഡ് ലോക്കൽ കമ്മിറ്റീസ് ലെഡ് ദ മൂവ്മെൻറ്റ്. അങ്ങനെ ഇരിക്കുകയാണ് ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് പ്രഖ്യാപിച്ചത്. സയൻറ്റിസ്റ്റും ലോക്കൽ കമ്മിറ്റിയൊക്കെയാണ് ഇത് ലീഡ് ചെയ്തത്. എൻവയോൺമെൻറ്റ് ആക്ടിവിസ്റ്റ്, നേച്ചർ ലവർ, സോഷ്യൽ ആക്ടിവിസ്റ്റ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ബിക്കെയിം എ കീ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നേച്ചർ ലവേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ജോയിൻറ്റ് കമ്മിറ്റി ഫോംഡ് വിത്ത് CM EK Nayanar ആൻഡ് സ്റ്റഡി ദ ഇഷ്യൂ. അങ്ങനെ ഒരു ജോയിൻറ്റ് കമ്മിറ്റി ഫോം ചെയ്തു CM EK നായനാറിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു ഇഷ്യൂ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. Many literary writers like Vasudevan Nair, Bashir, Sugadhukumari, Vailar, etc. raised the voice of support through
പെൻ ആൻഡ് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു നേച്ചറിനെ, ഈ ഒരു സൈലൻറ്റ് വാലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഈ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയിൽ നിന്ന് സേവ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഈ ഒരു മൂവ്മെൻറ്റ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ലിറ്റററി റൈറ്റേഴ്സ്, ഒരുപാട് എഴുത്തുകാർ, വാസുദേവൻ നായർ, ബഷീർ, സുഗതകുമാരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ അവരുടെ പെൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാഹിത്യത്തിലൂടെ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. They organized protests, raised awareness and shared with the world the importance of the Silent Valley. അപ്പോൾ ഇവർ എങ്ങനെയാണ് അവരുടെ മൂവ്മെൻറ്റ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്? അവരുടെ പ്രതിഷേധങ്ങൾ ഓർഗനൈസ് ചെയ്തു, അവർ ജനങ്ങളിലൊരു അവയർനെസ് സൃഷ്ടിച്ചു. അതുപോലെ ആ ഒരു സൈലൻറ്റ് വാലിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ജനങ്ങളിലേക്ക് അവയർനെസ് എത്തിച്ചു. ഇറ്റ് ബിക്കെയിം വൺ ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് എൻവയോൺമെൻറ്റൽ ക്യാമ്പയിൻസ്. അതായത് ഈ ഒരു എൻവയോൺമെൻറ്റൽ ക്യാമ്പയിൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിനായിരുന്നു ഇവർ നയിച്ചിരുന്നത്. In 1984 the dam project was stopped. അങ്ങനെ 1984 ഗവൺമെൻറ്റിൽ നല്ല പ്രഷർ ചെന്നിട്ട് ഈ ഒരു ഡാം പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ദ സൈലൻറ്റ് വാലി വാസ് ഡിക്ലെയർഡ് എ നാഷണൽ പാർക്ക് സേഫ് ഫ്രം ഡിസ്ട്രക്ഷൻ. ആ ഒരു സമയത്താണ് സൈലൻറ്റ് വാലി ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഒരു ഡിസ്ട്രക്ഷനിൽ നിന്ന്, ഒരു നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സമയമായിരുന്നു അത്. വൺ ഓഫ് ദ സെൻട്രൽ തീംസ് ഓഫ് ദ ഡോക്യുമെൻ്ററി ഈസ് ദ ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ സിസ്റ്റം. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് കണക്റ്റഡ്നെസ് ആണ്. അത് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ സിസ്റ്റവും തമ്മിലുള്ള ആ ഒരു കണക്റ്റഡ്നെസ് ആണ് ഇതിലെ മേജർ തീം എന്ന് പറയുന്നത്. ദ ഡോക്യുമെൻ്ററി ഷെയർസ് ദ ആങ്സൈറ്റീസ് ആൻഡ് കൺസേൺസ് ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റീസ് അബൌട്ട് ദ നീഡ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ഷെയർ ചെയ്യുന്നത് ലോക്കൽ കമ്മിറ്റീസിൻ്റെ ആ ഒരു ആങ്സൈറ്റീസ്, കൺസേൺസ് ആണ്. അതായത് ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിനെ ഒരു സസ്റ്റൈനബിളാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റിലൂടെ, അതായത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള അവരുടെ ആ ഒരു ആങ്സൈറ്റീസ് ആൻഡ് കൺസേൺസ് ആണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഷെയർ ചെയ്യുന്നത്. അതായത് നശിക്കാൻ പോകുന്ന ഈ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം നശിക്കാൻ പോകുന്ന ഒരു സൈലൻറ്റ് വാലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ആങ്സൈറ്റി, ഒരു കൺസേൺ ആണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്. The documentary inspires hope and determination, demonstrating that even in the face of adversity, collective efforts can make a meaningful difference in protecting the natural world. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്, ഒരു ഇൻസ്പിറേഷൻ നൽകുന്നുണ്ട്, അതുപോലെ ഒരു ഡിറ്റർമിനേഷൻ നൽകുന്നുണ്ട്. അതായത് ഒരു പ്രതികൂല സാഹചര്യമാണെങ്കിലും ഒരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ടെങ്കിൽ, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏത് അഡ്വേഴ്സിറ്റിയിലും നമുക്ക് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു ഡിഫറൻസ്, നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് ഈ ഒരു നാച്ചുറൽ വേൾഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഹോപ്പ്, ഒരു ഡിറ്റർമിനേഷനാണ് ഈ ഒരു ഡോക്യുമെൻ്ററി